ഹായ്. എല്ലാവർക്കും അറിയാൻ പറ്റും ഈ റുബിക്സ് ക്യൂബ്. പക്ഷെ ഇത് സോർട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പണിയായിട്ടാണ് പലരും കാണാറുള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെറിയ സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്നതാണ് നമ്മുടെ റുബിക്സ് ക്യൂബ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കേട്ടോ. വൈറ്റ് ഭാഗത്ത് നിന്നാണ്. വൈറ്റ് ഫേസ് ആദ്യം മൊത്തം വൈറ്റ് ആക്കാൻ പോകണം. അപ്പോൾ അത് ഒന്നും ക്ലിയർ ഇല്ലാത്ത ഭാഗമായിട്ട് ഇരുന്നോട്ടെ. ഇങ്ങനെ ഈ ഇരിക്കുന്ന ഭാഗമായിട്ട് ഇരുന്നോട്ടെ കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന പ്ലസ് സൈൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ വൈറ്റ് ആക്കണം. ഇത് വൈറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഇവിടെ വൈറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് റെഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതും കൂടെ റെഡ് ആവുന്ന കോലത്തിൽ നമ്മൾ വൈറ്റ് ആക്കുക. ഇത് വൈറ്റും ഇവിടെ റെഡും, അതുപോലെ തന്നെ ഇവിടെ വൈറ്റും ഗ്രീനും, അങ്ങനെ ആ രീതിയിൽ ചെയ്യാം. ഇവിടെ ഗ്രീനും വൈറ്റും ആണല്ലോ. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം കൂടെ ക്ലിയർ ആവുന്ന കോലത്തിൽ നമ്മൾ സെറ്റ് ആക്കി എടുക്കട്ടെ. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൽ കാണിക്കുന്ന സ്റ്റെപ്പുകൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനത് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വൈറ്റ് എത്തിയപ്പോൾ ഈ ഒരു ഭാഗം വരുന്നത് റെഡാണ്. റെഡ് ഞാൻ തിരിച്ചു വെച്ചിട്ട് എന്താ ഈ ഒരു ഭാഗത്തേക്കാക്കി. ഇപ്പോൾ കണ്ടു നിങ്ങൾ, ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയി കിട്ടി. ഇനി ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് വരുന്ന പൊസിഷന് ഓറഞ്ചിന്റെ പൊസിഷനാണ്. ഇവിടെ വരുന്നത് റെഡ് ഓക്കെയാണ്. ഇവിടെ ഈ ഭാഗത്തല്ല അത് വരേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കി. ഇങ്ങനെ വെക്കുന്ന സമയത്ത് കണ്ടു നിങ്ങൾ, നേരെ ഓപ്പോസിറ്റ് ആവുന്നത് അല്ലേ, തിരിഞ്ഞല്ല വന്ന്. തിരിഞ്ഞു വന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വൈറ്റിന്റെ ഫേസ് ഉണ്ടല്ലോ, അതും ഒന്നുകൂടെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇത് മുകളിലോട്ട് തിരിക്കുക, ലെഫ്റ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഭാഗം ക്ലിയർ ആയി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ക്ലിയർ ആയി. ഇനി അടുത്തത് വേണ്ടത് ഈ ഭാഗത്തൊരു ഗ്രീനും വൈറ്റും കൂടെ ഉള്ളതുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫേസിലേക്ക് അത് കൊണ്ടുവരാൻ നോക്കാം. നേരെ തിരിഞ്ഞാണ് വന്നത്, കണ്ടോ തിരിഞ്ഞാണ് വന്നത്. അപ്പം നമ്മൾ ചെയ്യുക, റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ടോപ്പ് ഫേസ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക, ഇത് അപ്പ് ലെഫ്റ്റ് തിരിച്ചാക്കി കഴിഞ്ഞാൽ കറക്റ്റായി വന്നു. കണ്ടോ ഇത്രയും ഭാഗം ക്ലിയർ ആയി. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ വേണം. ഒരെണ്ണം വരുന്നത് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് നിന്ന് തിരിച്ചിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പ്ലസ് സൈൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഓക്കെ അല്ല കേട്ടോ. അത് വൈറ്റ് ഇവിടെ നല്ലതിൻ്റെ പൊസിഷൻ വരുന്നത്. കാരണം ഇവിടെ ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, പക്ഷേ ഇത് ഇവിടെ ഓക്കെ അല്ല. പിന്നെ നമ്മൾ ഓക്കെ ആക്കാൻ വേണ്ടി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ തിരിക്കുക. വൈറ്റ് പ്ലസ് സൈനിലുള്ള ഭാഗം നേരെ താഴോട്ട് വെക്കുക. ഇനി ഈ ഒരു വൈറ്റ് വരുന്ന ഫേസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ നോക്കുക. ഇത് ഇതാ ഈ ഒരു കോർണറിൽ ഓറഞ്ച് വരുന്നുണ്ട്, ഗ്രീന് വരുന്നുണ്ട്, വൈറ്റ് താഴെ ഭാഗത്ത് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ആ ഒരു ഫേസ് എടുത്തിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 4 സ്റ്റെപ്പ് മൂവ്മെന്റ് ഉണ്ട്. 4 സ്റ്റെപ്പ് മൂവ്മെന്റ് എന്ന് പറയും. ഈ 4 സ്റ്റെപ്പ് മൂവ്മെന്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, റൈറ്റ് ഭാഗം കൊണ്ട് ലെഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് റൈറ്റിലെ ഫസ്റ്റ് സെക്ഷനാണ് ഞാൻ കാണിക്കുന്നത്. 1 2 3 4 ഇതാണ് റൈറ്റിലെ 4 സ്റ്റെപ്പ് മൂവ്മെന്റ്. ഇനി ലെഫ്റ്റിൽ ഞാൻ ആ സമയത്ത് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ആവശ്യമുള്ള സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതേ പ്രോസസ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 1 2 3 4 1 2 3 4 കണ്ടോ നിങ്ങൾ, ഇതാ കോർണറിൽ കറക്റ്റായി എത്തി. ഇനി അടുത്ത് നോക്കാം. അടുത്ത ഭാഗത്തുള്ളൊരു മോൾ ഭാഗത്ത് വരുന്നത് റെഡും ഗ്രീനും വൈറ്റും. അപ്പോൾ റെഡും ഗ്രീനും വൈറ്റും വരുന്നത് ഈ കോർണറാണ്. കാരണം ഇവിടെ ഗ്രീനാ വരുന്നത്, ഇവിടെ ഗ്രീനാ വരുന്നത്, ഇവിടെ റെഡാ വരുന്നത്. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് വൈറ്റും വരണം. ഇതേ പ്രോസസ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. 1 2 3 4 പല സമയത്തും ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരും കേട്ടോ. ചില സമയത്ത് ഇതിപ്പോൾ 1 ടൈം ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടി. ചില സമയത്ത് നമുക്ക് ഒരുപാട് സമയം ചെയ്താലേ കിട്ടുള്ളൂ. ഇനി ഒരു കോർണറാണ് വരുന്നത്. ഈ കോർണറിലേക്ക് വരുന്നത് നമുക്ക് അടുത്ത വൈറ്റ് നോക്കാം. വൈറ്റ് ആ കോർണറിലേക്ക് എത്തിക്കാം. കണ്ടോ ബ്ലൂ ഓറഞ്ച് വൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ആ വൈറ്റ് ഭാഗം അടിഭാഗത്താക്കിയിട്ട് ഈ പ്രോസസ്സിന് അപ്ലൈ ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4
നോക്കുക എത്തിയിട്ടുണ്ടോ ഇല്ല. 1 2 3 4 1 2 3 4 കണ്ടു. നിങ്ങൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ കേസ് കണ്ടോ നിങ്ങൾ, ഇത് ഒരു വൈറ്റ് ഫേസ് മൊത്തം ക്ലിയർ ആയി. ഇവിടെ ഈ ഭാഗത്തുള്ള ഗ്രീന് ഓറഞ്ച് ഈ ലെയറും മൊത്തം ക്ലീൻ ആയി. ഈ ഒരു ഭാഗത്തെ പ്ലസ് നമ്മുടെ സെൻറ്റർ ഭാഗത്തുള്ള ഫീസുകളും ശരിയായി കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഒരു സെക്കൻഡ് ലെയർ, ഈ ഒരു സെക്കൻഡ് ലെയർ ക്ലിയർ ആക്കുക എന്നുള്ള കേട്ടോ. ഇപ്പോൾ സെക്കൻഡ് ലെയർ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ഇതിൽ ഏറ്റവും ടോപ്പ് ഭാഗത്ത് യെല്ലോ ആണല്ലോ, അപ്പോൾ യെല്ലോ ഇല്ലാത്ത കളേഴ്സ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. യെല്ലോ ഇല്ലാത്ത കളേഴ്സ് ഏതെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടോ നോക്കാം. ഇല്ല, ഒരെണ്ണം പോലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഈ ഒരു ഭാഗത്താണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിക്കണം. ഒരെണ്ണം പോലും കറക്റ്റ് പൊസിഷനിലല്ല ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഇപ്പം ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇതിനെ പുറത്തെടുക്കണം. ഈ ഒരു ക്യൂബിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യൂബിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഈ ഒരു ക്യൂബിനെ ഇങ്ങോട്ട് മാറ്റാം. അത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു കറക്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യണം. ഈ ഒരു പൊസിഷന് ഇതിനെ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ റൈറ്റ് മൂവ്മെന്റ് കാണിച്ചല്ലോ, അതേപോലെ തന്നെ ലെഫ്റ്റ് മൂവ്മെന്റും ഇതിനകത്ത് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ലെഫ്റ്റ് മൂവ്മെന്റ് ഫോർ സ്റ്റെപ്പ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ ഞാനത് തിരിച്ചതേപോലെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സ്റ്റെപ്പ് ചെയ്തത്. ഒരുപാട് പ്രാവശ്യം ഇനി റൊട്ടേറ്റ് ചെയ്തപ്പോൾ അതേ പൊസിഷനിൽ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഏതെങ്കിലും ഒരു പൊസിഷൻ ഇതെടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റണം. ഈ ഒരു ക്യൂബ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ക്യൂബിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഇതിപ്പോൾ ഇങ്ങോട്ടല്ല മാറ്റേണ്ടത്, അപ്പം നമുക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ 4 സ്റ്റെപ്പ് മൂവ്മെന്റ് 1 2 3 4. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ വൈറ്റ് താഴെ മേലേക്ക് വന്നല്ലോ, അത് നമ്മൾ ഇപ്പൊ റൈറ്റ് മൂവ്മെന്റ് നമ്മൾ ചെയ്തത്, അതുകൊണ്ട് തന്നെ റൈറ്റ് 4 സ്റ്റെപ്പ് മൂവ്മെന്റ് ചെയ്തത്. അത് ഇനി ഒഴിവാക്കാൻ നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് 4 സ്റ്റെപ്പ് മൂവ് ചെയ്യാം. അതിങ്ങനെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഒരു ഫേസ് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4. ഇപ്പോൾ നമ്മൾ മുകളിലിരിക്കുന്ന ഈ ക്യൂബ് ഉണ്ടല്ലോ, ഇത് മുകളിലായിട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂബ് ഇവിടെ എത്തി. ഇപ്പൊ നമുക്ക് യെല്ലോ ഇല്ലാത്ത ഫേസ് ഒന്നും ഇവിടെ കിട്ടി. ഇനി ഇതിനെ നമ്മൾ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോകാം, റെഡിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ റെഡിന്റെ അടുത്തെത്തി. ഇനി ഈ ഗ്രീനെ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം. ഈ ഗ്രീനെ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ഇവിടെ ഈ ഒരു ഫേസിൽ വരും. അത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇങ്ങോട്ട്, അതുകൊണ്ട് നമ്മൾ നേരെ ഇതിന്റെ എവേ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യിക്കുക. ഇനി ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. 4 സ്റ്റെപ്പ് മൂവ്മെന്റ് റൈറ്റ് 1 2 3 4. ഒരു പ്രാവശ്യം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെഫ്റ്റ് 1 2 3 4. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു. ചില കേസിൽ നമുക്ക് ഇവിടെ ഉള്ളതിനെ ഇങ്ങോട്ടാണ് എത്തിക്കേണ്ടതെങ്കിൽ, ഇവിടെ ഉള്ളതിനെ ഇങ്ങോട്ടാണ് എത്തിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇത് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം കേട്ടോ. ഇതിനെ ഇങ്ങോട്ട് തിരിക്കും. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലെഫ്റ്റ് മൂവ്മെന്റ് ഫസ്റ്റ് ചെയ്യും, ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം റൈറ്റ് മൂവ്മെന്റ് ചെയ്യും കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് വരുന്ന കേസിൽ ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഇപ്പോഴും നമുക്ക് ഈ ഒരു കേസിൽ ഇതിനെ ഇങ്ങോട്ടാണ് എത്തിക്കേണ്ടത്. ഇതിനെ ഇങ്ങോട്ട് എത്തിക്കേണ്ട കേസിൽ നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നേരെ ഓപ്പോസിറ്റ് തിരിക്കുക. ഓപ്പോസിറ്റ് തിരിച്ചു കഴിഞ്ഞാൽ റൈറ്റ് വെച്ചിട്ട് തന്നെ 1 2 3 4. ഒരു പ്രാവശ്യം കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. 1 2 3 4. അവിടെ എത്തിട്ടോ. ഇനി ഈ ഇത്രയും ഭാഗം ക്ലിയർ ആയി. ഇനി നമുക്ക് വേണ്ടത് യെല്ലോ ഇല്ലാത്തൊരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊണ്ടുപോകാം. ഇതിനെ നമുക്ക് ഇനി ഈ കേസിൽ നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തിനെ നമുക്ക് ഈ ബ്ലൂവിനെ ഇങ്ങോട്ടാണ് എത്തിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആവും. അത് നമുക്ക് ഇവിടേക്കാണ് തിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് എവേ. അപ്പോൾ ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഇങ്ങോട്ടല്ല തിരിച്ച് വൈറ്റിനെ ഇങ്ങനെ തിരിക്കാം. ഇങ്ങനെ തിരിച്ചിട്ട് റൈറ്റ് മൂവ്മെന്റ് 1
2 3 4 കണ്ടോ. അപ്പോൾ ആ ഒരു ഭാഗം കൂടെ അവിടെ എത്തി. ഇനിയുള്ളത് ഇതാണ്, യെല്ലോ ഇല്ലാത്തൊരു ഭാഗം ഇവിടെ ഉണ്ട്, അതുകൊണ്ടോ. ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഓക്കെ ഇങ്ങോട്ട് തിരിച്ചു. 1 2 3 4 ഒന്നും കൊണ്ട് തിരിക്കുക. 1 2 3 4. ഇപ്പോൾ കണ്ടോ നിങ്ങൾ, ഇത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആയി കിട്ടി, പക്ക ക്ലിയർ ആയി കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു ഭാഗം പ്ലസ് സൈൻ ആക്കണം. ഈ ഒരു ഭാഗം പ്ലസ് സൈൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്കൊരു എൽ ഷേപ്പിലാണല്ലോ വന്നത്. എൽ ഷേപ്പിന് നമുക്ക് ഇനി എൽ ഷേപ്പ് കിട്ടില്ലെങ്കിലും ഞാൻ ഈ പറയുന്ന സെക്ഷൻ ഒരു പ്രാവശ്യം ചെയ്താൽ പറ്റും. അപ്പോൾ എനിക്ക് ഇങ്ങനെയെങ്കിലും ഈ ഒരു എൽ ഷേപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ടൊന്നും വരും. അതിനുശേഷമാണ് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് ചെയ്യേണ്ടത്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്ന് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ എൽ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായി നിർത്തുക, അതല്ലെങ്കിൽ എൽ ഷേപ്പിലാണ് ഇങ്ങനെ നിർത്തുക. ഇങ്ങനെ നിർത്തിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് ഒന്ന് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമ്മൾ റൈറ്റ് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്, 4 സ്റ്റെപ്പ് മൂവ്മെൻറ്റ്, 1 2 3 4. ഇനി ക്ലോക്ക് വൈസ് തിരിച്ചു വന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കുക. ഉണ്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വന്നു. ഇത് ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് ഒന്നും കൂടെ ക്ലോക്ക് വൈസ് തിരിക്കുക. 1 2 3 4 ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. കണ്ടോ, ഇപ്പോൾ പ്ലസ് സൈൻ കിട്ടി. ബാക്കിയുള്ളതൊന്നും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പ്ലസ് സൈൻ നമുക്ക് വന്നു. പ്ലസ് സൈനിൽ നമുക്ക് ഏതെങ്കിലും ഒരു കളർ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കളർ മാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതൊന്നും കറക്റ്റ് അല്ല കേട്ടോ. ബാക്കിയുള്ളതൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ ഇനി ഈ ഒരു ഭാഗം കൂടെ കറക്റ്റാക്കി എടുക്കണം. ഈ ഒരു ഭാഗം കൂടെ കറക്റ്റാക്കി എടുക്കുമ്പോൾ നമുക്കിത് ഇവിടെ കറക്റ്റ് പൊസിഷനിലാന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ഭാഗം ബ്ലൂ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ഇത് റൈറ്റിലാക്കി വെക്കണം. റൈറ്റിലാക്കി വീട്ടിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യാം കേട്ടോ. ഏതാണ് കറക്റ്റ് ഉള്ളത്, ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റായി എന്തായാലും വരുമല്ലോ. അത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് 4 സ്റ്റെപ്പ് മൂവ്മെൻ്റ് അല്ല, അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കണം. റൈറ്റിൽ തന്നെയാണ്. 1 2 3 4 ഇങ്ങോട്ട് തിരിക്കുക ചെയ്ത് കേട്ടോ. ഇങ്ങോട്ട് തിരിച്ചിട്ട് പിന്നെ ഇത് മുകളിലോട്ട് തിരിക്കുക. ഒന്നിച്ച് 2 സ്റ്റെപ്പ് കൊണ്ട് ബാക്കിലേക്ക് തിരിക്കുക, താഴോട്ടാക്കുക. ഇനി നോക്കുക നമുക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് കേട്ടോ. ആയിട്ടുണ്ടോ നോക്കുക. ഇല്ല, ആയിട്ടില്ല. ഇതായിട്ടുണ്ട്, ഇത് രണ്ടും ആയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതായത് ഈ റൈറ്റ് സൈഡിലാക്കി ഒന്ന് ഒരെണ്ണം വെക്കുക. ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് തന്നെ. ഒന്നിങ്ങനെ തിരിക്കുക, ഒരു പ്രാവശ്യം കൊണ്ട് തിരിക്കുക, ഇത് താഴോട്ട് തിരിക്കുക, ഇത് ഒന്നും കൂടെ അങ്ങോട്ട് തിരിച്ചിട്ട് ഇത് മുകളിലോട്ടാക്കിയിട്ട് ആ വൈറ്റിനെ അങ്ങോട്ട് തന്നെ കൊണ്ടുവരാം കേട്ടോ. ഇനി ഒന്നുകൂടി തിരിച്ച് ഏതെങ്കിലും ഒരെണ്ണം റെഡിയാണോ നോക്കുക. ഒരെണ്ണം റെഡിയാകുന്ന സമയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടില്ല, ഇത് റെഡി ആയിട്ടില്ല. അപ്പോൾ ഇനി ഇപ്പോൾ ഈ രണ്ടെണ്ണം അല്ല ഇവിടെ റെഡി ആയത്. ഈ രണ്ടെണ്ണം നമുക്ക് ഇതുപോലെ വയ്ക്കുക. ചെയ്ത സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്യാം. ചില കേസിൽ ഇത് പെട്ടെന്നാവും, ചില കേസിൽ ഇത് ടൈം എടുക്കും കേട്ടോ. ഞാൻ പതുക്കെ ചെയ്യുന്നുള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോർണറുകൾ ശരിയാണെന്ന് നോക്കണം. കോർണറുകൾ ഈ ഒരു ഭാഗം ഓറഞ്ചും വരുന്നുണ്ട്, ഗ്രീനും വരുന്നുണ്ട്. ഇവിടെ വരുന്നത് റെഡും ഗ്രീനാണ്. അപ്പോൾ അത് ഇവിടെ അല്ല, കറക്റ്റ് അല്ല. ഇവിടെ ഗ്രീനും റെഡും ഇതും കറക്റ്റ് അല്ല. കാരണം ഇവിടെ ബ്ലൂ വരുന്നുണ്ട്. ഇത് ബ്ലൂവും റെഡും ഇതിവിടെ കറക്റ്റാണ് കണ്ടോ. ഇത് ഈ കോർണർ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. പിന്നെ ഈ ഒരു ഭാഗവും കറക്റ്റ് അല്ല. ഒരെണ്ണം മാത്രം കറക്റ്റ്. ഒരെണ്ണം കറക്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും കോർണർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് കിട്ടും. ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് കിട്ടുന്നവരെ ചെയ്യാം. അതിനുശേഷം ചെയ്യേണ്ടത് ആ കിട്ടുന്ന കറക്റ്റായ കോർണർ ഇവിടെ വെക്കുക. ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വന്നാൽ ചിലപ്പോൾ എനിക്കൊന്ന് കറക്റ്റായി കിട്ടും കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് വെറുതെ ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കറക്റ്റായി കിട്ടും. ഇനി ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യാം. നമ്മൾ കറക്റ്റ് കിട്ടുള്ള പൊസിഷൻ ഉണ്ടല്ലോ, അത് ഈ ഒരു ഭാഗത്ത് കോർണറിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ ഒന്നും കൊണ്ട് തിരിക്കുക. അത് റൈറ്റിലേക്ക് തിരിച്ചു. ഇത് അപ്പ്, ഇത് ലെഫ്റ്റ്, അപ്പ്. ഇനി ഇത് ആ പ്രൊസീജിയർ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യണം. റൈറ്റ് ഇങ്ങോട്ട് റൈറ്റ് തന്നെ തിരിച്ചിട്ട് ഇത് ഡൗണ്, ഇത് ലെഫ്റ്റ് തിരിച്ചിട്ട് ഡൗണ്. ഇനി ഒന്ന് തിരിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആണ്. ഈ ഭാഗം അപ്പുറം ക്ലിയർ അല്ല. ഈ ഒരു ഭാഗം ക്ലിയർ അല്ല. ഇല്ല, ഈ ഒരു കോർണർ മാത്രമേ നിന്നിട്ടുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ അത് തന്നെ ചെയ്യാം കേട്ടോ. ആ പ്രൊസീജിയർ തന്നെ ഒന്നുകൂടി ചെയ്യാം. ഒന്നുകൂടി തിരിക്കുക, അപ്പ്, ഇതുകൂടി തിരിച്ചിരിക്കുക, ഒന്നുകൂടി തിരിച്ചിരിക്കുക, ഡൗണ്, ഇങ്ങോട്ട് തിരിക്കുക, ഡൗണ്. ഇനി നോക്കാം. ബ്ലൂവും റെഡും ഇവിടെ ഓക്കെയാണ്. ബ്ലൂവും ഓറഞ്ചും ഇവിടെ ഓക്കെയാണ്. ഗ്രീനും ഓറഞ്ചും ഇവിടെ ഓക്കെയാണ്. ഗ്രീനും റെഡും ഇവിടെ ഓക്കെയാണ്. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി. ഇനി ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നമുക്ക് എല്ലാ കോർണറിലുള്ള കളറുകളെല്ലാം
മിസ്പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എല്ലാം ഒരേ പൊസിഷൻ എല്ലാം സെയിം ആട്ടോ. അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. അതിന് വേണ്ടി നേരെ തിരിക്കുക. തിരിച്ചിട്ട് ഈ ഒരു ഭാഗം മുകളിലോട്ടാക്കി നിർത്തട്ടോ. ഈ ഒരു ഭാഗം മുകളിലോട്ടാക്കി നിർത്തിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് യെല്ലോ ഇവിടേക്ക് വരണല്ലോ. അപ്പോൾ ഈ ഒരു പിടുത്തം നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് മാറാൻ പാടില്ല കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ റൈറ്റ് ഹാൻഡിലെ 4 സ്റ്റെപ്പ് മൂവ് കേട്ടോ. അപ്പോൾ 1 2 3 4 1 2 3 4 ജസ്റ്റ് ഒന്ന് നോക്കുക, ആയിട്ടില്ല. 1 2 3 4 1 2 3 4 നോക്കുക, ഇവിടെ വന്നിട്ടുണ്ട്. വരുന്നത് വരെ ചെയ്യാം. പിന്നെ ഇത് മൂവ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഈ പൊസിഷൻ ഇതുപോലെ തന്നെ പിടിക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം ഇതുപോലെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്നും ഇങ്ങനെ ഈ ഒരു കോർണറിലേക്ക് എത്തിക്കുക. വീണ്ടും നമ്മൾ സ്റ്റെപ്പ് തന്നെ ആ 4 സ്റ്റെപ്പ് ചെയ്യാം. 1 2 3 4 1 2 3 4 നോക്കുക, റെഡി ആയിട്ടുണ്ടോ നോക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനങ്ങോട്ട് കൊണ്ടുവരിക. ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്യാൻ കഴിയും, ചിലപ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ഒരുപാട് പ്രാവശ്യം ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ 1 2 3 4 1 2 3 4 നോക്കുക, റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോർണർ ഇതും കൂടെ നമുക്ക് റെഡി ആക്കി എടുക്കാണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരാം. 1 2 3 4 റെഡി ആയിട്ടില്ല. 1 2 3 4 റെഡി ആയിട്ടില്ല. 1 2 3 4 റെഡി ആയിട്ടില്ല. 1 2 3 4 അവിടെ റെഡി ആയി കണ്ടോ. ഇനി ഒന്നിനെ ജസ്റ്റ് ഒന്നിനെ തിരിച്ചു കൊടുത്താൽ ഓക്കെ അല്ലേ. ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് കേട്ടോ. ഇനി ഇതിനകത്ത് പല രീതിയിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. ഇവിടെ ഈ സെൻറ്ററത്തെ കളർ മാത്രം മാറ്റി ചെയ്യാറുണ്ട്. ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പല കളറിലൊന്നും റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിനി ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടോ പല രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും നമുക്ക്. ഇതിപ്പോൾ സെൻറ്ററിലെ കളർ മാത്രം വ്യത്യാസം ഉണ്ടാവും, ബാക്കിയുള്ളൊക്കെ ഒരേ കളറിൽ ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരി, ഇതൊന്ന് ചെയ്ത് നോക്കി. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ.